ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ക്വസ്റ്റൻ എന്താണെന്ന് നോക്കാം. ഈ 4 raised to 2x minus 1 minus 16 raised to x minus 1 is equal to 3 raised to 84. Find the value of x. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ് എവിടെയാണ് വന്നിട്ടുള്ളത്? രണ്ട് ടേമിലും പവറിലാണ് എക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 384നെ നമ്മൾ എന്താക്കി എഴുതണം? പവറാക്കി എഴുതണം. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എടുത്തെഴുതാം. 4 raised to 2x minus 1 minus 16 raised to x minus 1 is equal to 384. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ബേസ് ഡിഫറൻ്റ് ആണല്ലേ, പവറും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ബേസ് നമുക്ക് സെയിം ആയിട്ട് വരുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് എഴുതാം. അപ്പോൾ ഇതിനെ ഞാൻ 4 raised to 2x മൈനസ് 1 മൈനസ് 16നെ നമുക്ക് എങ്ങനെ എഴുതാം? 16നെ നമുക്ക് 4 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. 16 4 സ്ക്വയർ ആവും. അപ്പോൾ 2 ഇൻറ്റു എക്സ് മൈനസ് 1 ദാറ്റ് ഈസ് 2x മൈനസ് 2 ഇസ് ഈക്വൽ ടു 384നെ നമുക്ക് പവറാക്കി എഴുതണം. അപ്പോൾ നമ്മളതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുന്നു. 2 കൊണ്ട് ചെയ്താൽ 1 9 2 അഗെയിൻ 2 9 6 96 again 2 48 2 24 2 12 2 6 2 3. അപ്പോൾ എന്ത് വന്നു? 1 2 3 4 5 6 7 2 raised to 7 ഇൻറ്റു 3 എന്ന് വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 2 raised to 7 ഇൻറ്റു 3, ഇവിടെ നമുക്ക് ബേസ് വന്നിട്ടുള്ളത് 4 ആണല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു 3യും കൂടെ ഉണ്ടെങ്കിലേ നമുക്കിവിടെ ഇതിനെ നമുക്ക് പവറുകൾ തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 3യും കൂടെ വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ വരുന്ന രീതിയിൽ എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, 4ൻ്റെ പവറുകൾ എന്താണ്? 2x മൈനസ് 1ഉം 2x മൈനസ് 2ഉമാണ്. അപ്പോൾ ഇത് ഏത് ഫോമിലാണ്? a raised to m മൈനസ് എന്നിൻ്റെ ഫോമിലാണ് ഈ 4 raised to 2x മൈനസ് 1 വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ a raised to m മൈനസ് n എന്ന് പറയുന്നത് എന്താ? a raised to m ബൈ a raised to n ആണല്ലോ. a raised to m ബൈ a raised to n-നെയാണ് നമ്മൾ a raised to m മൈനസ് n എന്ന് എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് a raised to m മൈനസ് n-ൻ്റെ ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഫോമിലോട്ട് ഒന്ന് കൺവേർട്ട് ചെയ്തെഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 raised to 2x ബൈ n ഇവിടെ എന്താണ്? 1. അപ്പോൾ 4 raised to 1 ദാറ്റ് ഈസ് 4 മൈനസ് ഇതിനെ നമുക്ക് അതേപോലെ എഴുതാം. a raised to m മൈനസ് n ദാറ്റ് ഈസ് a raised to m ബൈ a raised to n. അപ്പോൾ എന്ത് വരും? 4 raised to 2x ബൈ n ഇവിടെ 2 ആണ്. അപ്പോൾ a raised to n-ന് പകരം 4 raised to 2 ഈസ് ഈക്വൽ ടു 2 raised to 7 ഇൻറ്റു 3. ഇതാ ഈ ടേമിൽ നിന്നും നമുക്ക് കോമൺ എടുക്കാനായിട്ട് സാധിക്കും. എന്ത് കോമൺ എടുക്കാം? ന്യൂമറേറ്ററിൽ നിന്ന് 4 raised to 2x കോമൺ എടുക്കാം, ഡിനോമിനേറ്ററിൽ നിന്ന് 4 കോമൺ എടുക്കാം. അപ്പോൾ 4 raised to 2x ബൈ 4 നമുക്ക് കോമൺ എടുക്കാം. അപ്പോൾ പിന്നെ ബാക്കി എന്ത് വരും? ഇതിനകത്തുനിന്ന് 4 raised to 2x ബൈ 4, അതായത് ഫുള്ള് നമ്മളിങ്ങ് ബ്രാക്കറ്റിന് വെളിയിൽ കോമൺ എടുത്തു. ബാക്കി അപ്പോൾ എന്തുണ്ട്? 1 മൈനസ് ഇവിടുന്ന് 4 raised to 2x എടുത്തു. അപ്പോൾ ന്യൂമറേറ്ററിൽ 1, ഡിനോമിനേറ്ററിൽ നിന്ന് 4 എടുത്തുള്ളൂ. അപ്പോൾ ഇവിടെ 4 സ്ക്വയർ ആണ്. അപ്പോൾ ഒരു 4 ബാക്കി ഡിനോമിനേറ്ററിൽ ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ കോമൺ എടുത്തപ്പോൾ എന്ത് വന്നു? 4 raised to 2x ബൈ 4 ആണ് നമ്മൾ കോമൺ എടുത്തത്. ന്യൂമറേറ്ററിൽ രണ്ടിടത്തും 4 raised to 2x ഉണ്ട്, ഡിനോമിനേറ്ററിൽ 4ഉം ഉണ്ട്. അപ്പോൾ 4 raised to 2x ബൈ 4 ആണ് കോമൺ എടുത്തത്. അപ്പോൾ ഈ ഫസ്റ്റ് ടേമിൽ നിന്ന് ഫുള്ള് നമ്മൾ കോമൺ എടുത്തു. അപ്പോൾ 1 എഴുതി മൈനസ് ഇവിടുന്ന് നമ്മൾ ഫുള്ള് എടുത്തില്ല, ഡിനോമിനേറ്ററിൽ ഒരു 4 കൂടെ ഉണ്ട്. അപ്പോൾ 1 ബൈ 4 ഇസ് ഈക്വൽ ടു 2 raised to 7 ഇൻറ്റു 3. ഇനി നമ്മൾ ഇവിടെ LCM എടുക്കണം. അപ്പോൾ എന്ത് വരും? 4 raised to 2x ബൈ 4 ഇൻറ്റു LCM എടുക്കുമ്പോൾ ഇതെന്താവും? 4 ബൈ 4. അപ്പോൾ 4 മൈനസ് 1 ഈസ് 3. 3 ബൈ 4 is equal to 2 raised to 7 into 3 എന്ന് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ 3/4നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് 2 raised to 7 ആണ്. കമ്പയർ ചെയ്യണമെങ്കിൽ ഈ 4നെ നമ്മൾ എന്താക്കി മാറ്റണം?
2 ആക്കി മാറ്റണം. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതെന്താവും 2 സ്ക്വയർ എന്നാവും. 4നെ ഞാൻ 2 സ്ക്വയർ എന്ന് എഴുതുന്നു. അപ്പോൾ 2⁻2 ഇൻറ്റു 2x എന്ത് വരും? 2⁻4x എന്ന് വരും. അപ്പോൾ 2⁻4x ബൈ ഈ 4നെ എങ്ങനെ എഴുതാം? 2⁻2 എന്ന് എഴുതാം ഇൻറ്റു 3/4 is equal to 2⁻7 ഇൻറ്റു 3. ഈ 4നെ കൂടെ ഞാനങ്ങ് 2⁻2 എന്ന് എഴുതുന്നു കേട്ടോ. 2⁻2 എന്ന് എഴുതുന്നു. ഇനി ഈ 2⁻2ഉം 2⁻2ഉം കൂടെ എന്താവും? അപ്പോൾ 2⁻4x ബൈ 2⁻2ഉം 2⁻2ഉം കൂടെ 2⁻4 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 2⁻7 ഇൻറ്റു 3. ഈ 3യെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ ഇതെന്തായിപ്പോൾ? ബൈ 3 ആവും. അപ്പോൾ 3യും 3യും ക്യാൻസലായിപ്പോൾ. മനസ്സിലായല്ലോ? ഈ 3 ഞാൻ RHSലേക്ക് കൊണ്ടുപോയാൽ ഇവിടെ ഡിവിഷനായിട്ട് ബൈ 3 ആവും. അപ്പോൾ 3യും 3യും ക്യാൻസലായിപ്പോൾ. അതുകൊണ്ട് ഞാൻ ഈ 3 ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്തു. ഇതിപ്പോൾ ഏത് ഫോമിലാണ്? a⁻m ബൈ a⁻n ദാറ്റ് ഈസ് a⁻m മൈനസ് n. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെഴുതാം? 2⁻4x മൈനസ് 4 എന്നെഴുതാം. a⁻m-n ഈസ് ഈക്വൽ ടു 2⁻7. ഇപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരിതിലേക്ക് വന്നു. അതായത് ബേസ് ഇവിടെ 2 ആണ്, ഇവിടെയും 2 ആണ്. LHSലും RHSലും ബേസ് സെയിം ആണ്. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് പവറുകളെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ പവറിനെ എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. അപ്പോൾ ഇക്വേറ്റിംഗ് ദി എക്സ്പോണൻസ് വി ഗെറ്റ് 4x മൈനസ് 4 ഈസ് ഈക്വൽ ടു 7. ഇനി ഈ 4 ഈക്വൽസിൻ്റെ ഇപ്പുറത്തേക്ക് പോകുന്നു. അപ്പോൾ 4x ഈസ് ഈക്വൽ ടു എന്ത് വരും? 7 + 4 ഈസ് 11. ഇതിന് x എന്ത് വരും? x ഈസ് ഈക്വൽ ടു 11/4. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 11/4 എന്ന് കിട്ടി. കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തവർ ഈ ക്വസ്റ്റ്യൻ ഒരു 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ തന്നിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, അല്ലെങ്കിൽ ഇവിടെ പവറിൽ m ആണ് വേരിയബിളെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് m, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒരു 2-3 പ്രാവശ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇത് ഒരു പ്രാവശ്യം കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നോക്കുക. ഞാൻ വളരെ സ്ലോയിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇതും മനസ്സിലാക്കാൻ ടഫായിട്ടുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ സ്പീഡ് കുറച്ച് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.